നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിനോദസഞ്ചാരികളെ ചൂഷണം ചെയ്യുന്നതായി പരാതി. ഇന്നലെ മുതൽ മലമ്പുഴയിലേക്ക് പ്രവേശനം ആരംഭിച്ചുവെങ്കിലും കെട്ടിന് മുകളിലൂടെ മാത്രമേ നടക്കാൻ പ്രവേശനമുള്ളൂ. ഉദ്യാനത്തിലേക്ക് പ്രവേശനമില്ല. 30 രൂപ വാങ്ങി കെട്ടിന് മുകളിലൂടെ മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഇത് ചൂഷണമാണെന്ന് വിനോദസഞ്ചാരികൾ പറയുന്നു. ഒന്ന് മൂത്രമൊഴിക്കാനോ വെള്ളം കുടിക്കാനോ യാതൊരു സൗകര്യവും ഇവിടെയില്ല. ഇത് ഉദ്യോഗസ്ഥരുടെ ചൂഷണമാണെന്ന് വിനോദസഞ്ചാരികൾ ടൂർ വന്നത് തന്നെ கோயம்புத்தூர்ல அது இதில் ஒன்று பேசுங்க எங்க கோயம்புத்தூர்ல இருந்து வந்தது. ஐயோ அதெல்லாம் பேச திருமூர்த்தி இவன் பேசுவான். நாங்கள் கோயம்புத்தூர்லேருந்து நாங்கள் கோயம்புத்தூர்லேருந்து வந்திருக்கோம். இன்றைக்கி காலையில் தான் இங்கே கேரளாவுக்கு வந்தோம். சுற்றி பார்க்கணும் வந்தோம். ஃபஸ்ட் நம்ம விசிட் பண்ண வந்து மலப்புழா டேம் தான். வந்துட்டு 30 ரூபா சார்ஜ் பண்ணாங்க உள்ள வரதுக்கு எல்லாத்துக்கும். சார்ஜ் பண்ணிட்டு இங்கே வந்தோடனே உள்ள கார்டனுக்குள்ளே அலோடு கிடையாது சொல்லிட்டாங்க. உள்ளே சுத்தமாக அலோடு கிடையாது. ஜஸ்ட் இந்த பாலத்து மேலே தான் வர மாதிரி இருக்குது. 30 ரூபா கொடுத்து வந்துட்டு அங்கே எதுவும் பார்க்காம போகிறது கொஞ்சம் வருத்தமாக தான் இருக்குது. இதை எக்ஸ்பெக்ட் பண்ணவே இல்லை நான் கேரளாவில். கொஞ்சம் வருத்தமாக தான் இருக்குது. என் கூட மட்டும் இல்லை, எல்லாத்துக்கும் அப்படி தான் இருக்குது. சுற்றிக்கிற வந்துக்கிற எல்லாத்துக்குமே டிக்கெட் கூட எடுத்துருக்கோம். எல்லாம் சேர்த்து 7 பேர் சேர்த்து 240 ரூபாய்க்கு டிக்கெட் எடுத்தோம். அதுவும் இப்போ வேஸ்ட் தான். சுற்றி இங்கே மட்டும் பார்க்குறதுக்கு நாங்கள் வந்திருக்கவே മാട്ടോം. സുറ്റി അങ്ങളെ பார்க்கலாம் தான் വന്നത്. കുഴൽമന്നത്തു നിന്നാണ് ഡാം വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. മലമ്പുഴ സന്ദർശിക്കാനായിട്ട് വന്നതാണ് ഇന്ന് രാവിലെ. അപ്പോൾ 30 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. പക്ഷേ 30 രൂപ കൊടുത്തിട്ട് ഈ ഡാമിൻ്റെ മേലെ കൂടെ നടക്കാൻ മാത്രമേ സമ്മതിക്കുന്നുള്ളൂ. ഗാർഡനിലേക്ക് ആക്സസ് ഇല്ല. അപ്പം 30 രൂപ ടിക്കറ്റിൽ നേരത്തെ ഗാർഡനിലേക്കും ആക്സസ് കിട്ടിയിരുന്നു. ഇപ്പം അത് കിട്ടുന്നില്ല. അത് പൈസ കൂടുതലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. താങ്ക്സ്. ഈ സാറേ ഇപ്പോൾ തമിഴ്നാട് എവിടെയാണ്? തിരുപ്പൂർ. മലമ്പുഴ ഡാമിനകത്തുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. വരുന്ന ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോൾ കാണുന്നത്. 3.5 കിലോമീറ്ററോളം ഗവർണർ സീറ്റ് നടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒരു കുടിവെള്ളമില്ല, ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളില്ല. യഥാർത്ഥത്തിൽ വരുന്ന ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായമാണ് ഇവിടെ മലമ്പുഴ ഡാമിനകത്തെടുത്തിരിക്കുന്നത്. ഇവരിപ്പോൾ വന്നിരിക്കുന്ന മലമ്പുഴ ഡാം കാണാൻ പറഞ്ഞ് വന്നിരിക്കുന്ന തിരുപ്പൂരുകാരാണ്. തിരുപ്പൂരുകാർക്കും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ബഹളം നടന്നാൽ വരുന്നവരെല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല, മദ്യപാനികളും ഉണ്ടാകും. ബഹളം നടന്നാൽ ഡാമിനകത്ത് ചാടണോ പിന്നെ ഗാർഡനകത്ത് ചാടണോ എന്നുള്ള വിഷയമാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ തലതിരിഞ്ഞ തെമ്മാടിത്തരവാണ് ഈ കാണുന്ന ഇപ്പോൾ ടൂറിസ്റ്റുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.